സിമ്പിളായിട്ട് അടിപൊളി ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ആദ്യം തന്നെ കുറച്ച് ഓയിലും ഗീയും കൂടെ മെൽറ്റ് ചെയ്തതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് തന്നെ കുറച്ച് കിസ്മിസ് ഇട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അടുത്തത് ഓപ്ഷണലാണ്. എനിക്ക് ഫ്രൈഡ് ഓണിയൻസ് ഈ റൈസിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു സവാള നന്നായിട്ട് കനം കുറഞ്ഞരിച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും ഓയിലും കൂടെ ആഡ് ചെയ്ത് ഹോൾ സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. പിന്നീട് അതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ചതച്ചതിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 3 തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വാടി വരണം. പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 1.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഞാൻ 3 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും സവാളയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്തത്. ഒരു സാലഡിൻ്റെ കൂടെ ഇത് പെർഫെക്റ്റ് കോമ്പിനേഷനാണ്.